ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്ന PG ശ്രീനിവാസൻ നിര്യാതനായി. 55 വയസ്സായിരുന്നു. ദീർഘകാലമായി ആരോഗ്യമേഖലയിൽ സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും നൽകുന്നതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസന്റെ മൃതദേഹം ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ പൊതുദർശനത്തിന് വെച്ചു. പൊതുപ്രവർത്തകരും പൊതുജനങ്ങളുമടക്കം നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ പാവങ്ങൾക്കും അതിലുപരി എല്ലാ ജനങ്ങൾക്കും സഹായങ്ങൾ ചെയ്യുന്നതിനും ആരോഗ്യത്തിൽ എന്തെല്ലാം കാര്യം കിട്ടുന്നു അതെല്ലാം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ഒരു നല്ല മനസ്സിൻ്റെ ഉടമ, എൻ്റെ ഒരു ആത്മസുഹൃത്തും, വന്ന കാലം തുടങ്ങി 10-15 വർഷമായിട്ടുള്ളൊരു സ്നേഹബന്ധവും, ഏത് കാര്യം എപ്പം ആരോഗ്യമേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിനുള്ള നിയമോപദേശം തരികയും വേണ്ട സഹായങ്ങൾ തരികയും തന്നു ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന ശ്രീനിവാസൻ സാറിന് എന്ത് ഭാഷ പറയണമെന്ന് അറിഞ്ഞുകൊണ്ട് അത്രയും ഒരു വേർപാടിൽ നൽകാതെ ദുഃഖം രേഖപ്പെടുത്തി. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശ്രീനിവാസൻ സാറ് ഏറ്റുമാനൂർ ഹോസ്പിറ്റലിന് ചെയ്ത സംഭാവന വളരെ വലുതാണ്. നമുക്കറിയാം, ഈ ഹോസ്പിറ്റൽ പണിയുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾക്ക് ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് മറ്റുള്ളവർക്ക് നേതൃത്വം കൊടുക്കുകയും കഴിഞ്ഞ കോവിഡ് കാലത്ത് വന്നിരുന്ന ക്യാമ്പുകൾ നടത്തുന്നതിനും നിർണായക പങ്ക് വഹിക്കാൻ ശ്രീനിവാസൻ സാറിന് സാധിച്ചു. ശ്രീനിവാസൻ സാർ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് കൃത്യമായും ചിട്ടയോടും കൂടി ചെയ്തു പോകുന്ന പ്രവണതയാണ് നമ്മളെല്ലാം കണ്ടിരിക്കുന്നത്. ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷൻ ടോമി പുളിമാന്തുണ്ടം, ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബ്ലു, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, കൗൺസിലർമാരായ ES ബിജു, ബിബേഷ് ജോർജ്, ബിബിൻ മാത്യു തുടങ്ങി നിരവധി ആളുകൾ പുഷ്പചക്രം സമർപ്പിച്ചു. സംസ്കാരം മുനിസിപ്പൽ ക്രിമറ്റോറിയത്തിൽ നടന്നു.